ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ലൈവിൽ ഇപ്പൊ കൊക്കരക്കോ ടാസ്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ലൈവ് വൻ ശോകമാണ് കേട്ടോ. ലൈവ് ശോകമൂകമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കണ്ടന്റുകളും ഇല്ല, ഇത്തരത്തിലുള്ള ടാസ്കുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ലൈവിൽ ഇപ്പൊ ജാസ്മിനും നോറയും സിജോയും ടാസ്കിൽ നിന്ന് പുറത്തായിരിക്കുന്നു. നിങ്ങൾ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ ഋഷിയാണ് കുറുക്കനായിട്ട് വരുന്നത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കോഴികളാണ്. ഒരു വട്ടം വരച്ചിട്ടുണ്ട്. ആ വട്ടത്തിന്റെ ഉള്ളിൽ കയറി നിന്ന് ഇവരെല്ലാവരും ഡാൻസ് കളിക്കുന്നു. ആ ഒരു പാട്ട് നിൽക്കുന്ന സമയത്ത് കുറുക്കനായിട്ടുള്ള ഋഷിക്ക് ഈ ഒരു കണ്ടസ്റ്റൻസിനെ, അതായത് കോഴികളായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ പിടിക്കാം. അപ്പൊ ഋഷിയുടെ കയ്യിൽ പെടാതെ കോഴിക്കോട്ടിൽ സേഫ് ആയിട്ട് കയറി ചെല്ലാൻ വേണം. അതുപോലെ തന്നെ മാക്സിമം മുട്ടകൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണ് ഗെയിം മുന്നോട്ട് പോകുന്നത്. ആദ്യം പുറത്തായത് ജാസ്മിൻ ആണ്. രണ്ടാമത് നമ്മുടെ നോറ പുറത്തായിട്ടുണ്ട്. മൂന്നാമത് നമ്മുടെ സിജോയെ പിടിക്കാനായിട്ട് ഋഷി ഓടിച്ചിരുന്ന സമയത്ത് സിജോ കാല് വഴുതി വീണ സിജോയെ പ്രമോല് വളരെ വലിയ രീതിയിൽ വീണു എന്നൊക്കെ പറഞ്ഞൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, സിജോ കാല് വഴുതി ഒന്ന് വീണു. എല്ലാവരും പെട്ടെന്നൊന്ന് പേടിച്ചു. കാരണം സിജോ ഫിസിക്കലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തിയല്ലേ. അങ്ങനെ സിജോന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിൽപ്പുണ്ട്. എന്തൊക്കെയായാലും 3 പേര് ഇപ്പൊ പുറത്തായിട്ടുണ്ട്. സിജോയും ജാസ്മിനും നോറയും നല്ല രീതിയിൽ ടാസ്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പറയുന്ന ജിൻഡോ മുട്ടകൾ എടുക്കാനായിട്ടൊരു മടി. കാരണം പെട്ടെന്നെങ്ങാനും ഈ പറയുന്ന ഋഷി ഓടിച്ചിട്ട് പിടിച്ചാലോ എന്നുള്ള പേടിയിൽ മുട്ടകൾ എടുക്കാതെ പെട്ടെന്ന് ജിൻഡോ കൂട്ടിക്കയറാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ബിഗ് ബോസിന്റെ ലൈവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടന്റുകൾ എന്ന് പറയാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. സായി കൊടുത്തൊരു പണിയാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം 2, 3, 4 ഡേയ്സ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോകാനിരുന്നിരുന്ന പണപ്പെട്ടി എന്ന് പറയുന്ന സാധനം വെറും 10 മിനിറ്റ് കൊണ്ട് സായി എടുത്തിട്ട് പോയി. പിന്നെ വേറൊരു പണപ്പെട്ടി വെച്ചുമില്ല, അതുപോലെ തന്നെ കണ്ടന്റും ഇല്ല. എല്ലാപ്പോഴും ഇങ്ങനെ ടാസ്കുകൾ മാത്രം കൊടുത്തിട്ട് കണ്ടസ്റ്റൻസും ആവശ്യതയാണ്. ടാസ്ക് തീർന്നിട്ട് എല്ലാവരും ഓരോ മൂലയിൽ ചെന്ന് ഇങ്ങനെ ഇരിപ്പാ, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെയായാലും നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.